ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ വീഡിയോ റെക്കോർഡ് ചെയ്യും. തിരുവനന്തപുരത്താണ് എസ് ഐ ടിക്ക് മുന്നിൽ എ പത്മകുമാർ ഹാജരായത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, പത്മകുമാറിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ദിലീപ് കുമാർ, ഉറപ്പായിട്ടും. കാരണം ഈ വിഷയത്തിൽ ദേവസ്വം ഭാരവാഹികളുടെ ഇടപെടലടക്കം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ എസ് ഐ ടി സമർപ്പിച്ചിട്ടുള്ള ഇടക്കാല റിപ്പോർട്ടടക്കം കൃത്യമായി പറഞ്ഞതാണ്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥല ഗൂഢാലോചന മാത്രവുമല്ല, ദേവസ്വം ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. എൻ വാസുവിന്റെ അറസ്റ്റിലായതോടെ എൻ വാസുവിനേക്കാൾ കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ റെഫറൻസ് ഉള്ള അറസ്റ്റായി നമുക്ക് ഒരു സംഭവമായി നമുക്ക് ഇതിനെ കാണാൻ. കാരണം എ പത്മകുമാർ ഈ സംഭവത്തിന്റെ 2019 ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത്, അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് ജൂലൈ മാസത്തിൽ ഇളക്കി കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ ആലോചനാ യോഗങ്ങളിൽ, തുടക്ക യോഗങ്ങളിലൊക്കെ പങ്കെടുത്തയാൾ എ പത്മകുമാറാണ്. മാത്രമല്ല, അന്നത്തെ ദേവസ്വം ഭാരവാഹികൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ അറിവും ധാരണയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എസ് ഐ ടി ഉറപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നിർണായകമായിരുന്നു. ആദ്യ 2 നോട്ടീസുകൾക്ക് എ പത്മകുമാർ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചു. എന്നാൽ ആ വിയോജിപ്പ് അധികനാൾ പ്രകടിപ്പിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം ഹാജരായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹം ആറന്മുളയിലെ വീട്ടിൽ നിന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ശേഷം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയ അദ്ദേഹം എസ് ഐ ടിയുടെ മുൻപിൽ ഹാജരായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി, അതായത് ഈ എസ് ഐ ടിയുടെ മേൽനോട്ട ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ്, അതേപോലെ തന്നെ ഈ എസ് പി ആയിട്ടുള്ള ശശിധരൻ, എസ് പി ബിജോയ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കും. മാത്രമല്ല, ഒരു കൃത്യമായിട്ടുള്ള ചോദ്യാവലി അടക്കമുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അത് ഇത്രയും നാൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുരാരി ബാബുവും കടന്ന് കെ എസ് ബൈജുവും കടന്ന് എൻ വാസു വരെ എത്തിയതിൽ ഇതുവരെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ, മാത്രമല്ല അവർ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ അടക്കമുള്ള സമ്പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ചോദ്യം ചെയ്യൽ. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എ പത്മകുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഈ ചോദ്യം ചെയ്യൽ നടപടികൾ വീഡിയോ റെക്കോർഡിംഗിൽ പകർത്തുന്നുണ്ട്. അതടക്കം കോടതിയിൽ ഹാജരാക്കും. മാത്രമല്ല, അല്പസമയം മുൻപ് നിർണായകമായ മറ്റൊരു വിവരം കൊല്ലം വിജിലൻസ് കോടതിയിൽ നടന്നത് എൻ വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടതാണ്. ഒരു പക്ഷേ എൻ വാസുവിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച എ പത്മകുമാറുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊക്കെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും മണിക്കൂറുകൾ അതിന്റെ അപ്ഡേഷനുകൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. CPM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുന്നത് അത് എ പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുന്നതിലാണ്. അതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും അന്വേഷണം എത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ സുപ്രധാന ചോദ്യമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാർ. ഷഫീദ്, CPIM സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് ഒരുപക്ഷെ പോകേണ്ടി വരും. എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ വാസുവിനേക്കാൾ രാഷ്ട്രീയമായി ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് എ പത്മകുമാർ എന്നുള്ളതുകൊണ്ടും CPM സംബന്ധിച്ച് അതിനായിരിക്കും രാഷ്ട്രീയമായി കൂടുതൽ മറുപടി പറയേണ്ടിയും വരിക. എത്രത്തോളം സാധ്യതയാണ് ഇപ്പോൾ ഈ അറസ്റ്റിനുള്ളത്? അതോടൊപ്പം തന്നെ എൻ വാസുവുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യതയുമുണ്ടെന്ന് ഷഫീദ് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് എ പത്മകുമാറിനെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ എ പത്മകുമാറിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരത്താണ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ ലൈനിലുണ്ട്. ഷഫീദ് റാവുത്തർ, ഈ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടക്കുന്നത്, അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് CPIM സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള സാധ്യത എത്രത്തോളമാണുള്ളത്? ഈ വിഷയത്തിൽ നമുക്കറിയാം, എൻ വാസുവിന്റെ അടക്കം കസ്റ്റഡിയിലേക്ക് അന്വേഷണ സംഘം കടക്കുമ്പോൾ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല, എവിഡൻസ് കളക്ഷൻ, അതിനപ്പുറത്തേക്ക് മെറ്റീരിയൽ കളക്ഷൻ, അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള സാക്ഷിമൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ച് വെച്ചിട്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന്റെ അറസ്റ്റിൽ ഒടുവിൽ എത്തി നിന്നത്. അതിനുശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് അതിനുശേഷവും അതിനു മുൻപുമൊക്കെ കസ്റ്റഡിയിലെടുത്തവർ, അറസ്റ്റ് ചെയ്തവരുടെയൊക്കെ മൊഴികൾ അതേ പത്മകുമാറിനെതിരായിരുന്നു. അതിൽ മുരാരി ബാബു, കെ എസ് ബൈജു, അതേപോലെ തന്നെ ഈ എൻ വാസു അടക്കമുള്ള ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ എ പത്മകുമാറിനടക്കം ഈ വിഷയത്തിൽ പങ്കുണ്ട് തരത്തിലേക്കുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അതൊക്കെ രഹസ്യ വിവരമായി ഇതിനോടകം തന്നെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അന്നത്തെ ദേവസ്വം ഭാരവാഹികൾ, ദേവസ്വം ബോർഡ്, അത് 2019 ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയായി, അത് രഹസ്യ വിവരമായി കോടതിയിലുള്ളതാണ്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. മറ്റു ചില തെളിവ് അത് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എ പത്മകുമാർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് ഡിജിറ്റൽ തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ വിവരശേഖരത്തിൽ
അന്വേഷണ സംഘം ശേഖരിച്ചതാണ്. പക്ഷേ ആ വിവരങ്ങളൊന്നും അന്ന് പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഇന്ന് രാവിലെ ദിലീപ് കുമാർ നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്. അതായത് ഇന്ന് രാവിലെ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസ്, അതായത് SITയുടെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന SITയുടെ ക്യാമ്പ് ഓഫീസിൽ ഇന്ന് രാവിലെ 7:30 SP ബിജോയ് അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. അതിനുശേഷം അവർ ഒരു സംഘം ഒരു മീറ്റിംഗിന് ശേഷം മടങ്ങി. രണ്ടാമതെത്തിയത് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനുള്ള SP ശശിധരനാണ്. 1 മണിക്കൂർ അദ്ദേഹം അവിടെ ഈ അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. ആ യോഗത്തിനൊടുവിൽ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അതൊരു ഫയൽ രൂപത്തിലാക്കി അദ്ദേഹം അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് മടങ്ങിയത്. അപ്പോഴേക്കും SITക്ക് മുൻപിൽ മറ്റുദ്യോഗസ്ഥരുടെ മുൻപിൽ പത്മകുമാർ ഹാജരായിരുന്നു. പ്രത്യേകിച്ച് ഈ കേസിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നത് സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുൻപിലാണ് നേരിട്ട് പത്മകുമാർ ഹാജരായത്. അതിനുശേഷം അന്വേഷണ സംഘം എത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത നടപടികളിലേക്ക് ഏതാണ്ട് 10:20 കടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് നമ്മൾ അന്നേരം നമ്മൾ ആദ്യ വാർത്തയെ നമ്മൾ കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷം ഇത്രയും മണിക്കൂറുകൾ പിന്നിടുന്നു. സ്വാഭാവികമായും ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. അക്കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തു. അതായത് 6 ദിവസം മുൻപാണ് പത്മകുമാറിന് ആദ്യമായി നോട്ടീസ് നൽകുന്നത്. അന്നേരമേ അന്വേഷണ സംഘം പ്രിപ്പയർഡ് ആയിരുന്നു. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. സ്വാഭാവികമായും കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് അത് പൂർത്തീകരിച്ച് പത്മകുമാറിനെ വിട്ടയക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരാകാംക്ഷയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.